ബിജെപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇന്നറിയാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ഏറ്റവും ആകാംക്ഷ തിരുവനന്തപുരത്തെ സംബന്ധിച്ചാണ്. തിരുവനന്തപുരത്ത് ആര് മത്സരിക്കും എന്നതിലാണ് ആകാംക്ഷ. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സീറ്റിലെ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തൃശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ വി മുരളീധരനും സ്ഥാനാർത്ഥിയാകുമെന്നത് ഉറപ്പായിട്ടുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാൻ, ബിജെപിയുടെ 4 ഇടങ്ങളിലെ സ്ഥാനാർത്ഥിയെങ്കിലും ഇന്നറിയാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം പ്രധാനമന്ത്രി വരുമ്പോൾ അതിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന് എല്ലാവരും കാത്തിരുന്നു. ഉണ്ടായില്ല. ഇന്നുണ്ടാകുമോ? ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് രേണുക നിലനിൽക്കുന്നത്. കാരണം അനൌദ്യോഗികമായി ആണെങ്കിലും 2 ഇടങ്ങളിലെ കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. അതായത് തൃശൂരിൽ സുരേഷ് ഗോപി തന്നെ ബിജെപിക്ക് വേണ്ടി വീണ്ടും കളത്തിലിറങ്ങും. ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ മത്സരരംഗത്തുണ്ടാകും. ഈ 2 മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ഉറപ്പാണ് സാഹചര്യം. തിരുവനന്തപുരവും പാലക്കാടും അതിൽ തന്നെ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ സസ്പെൻസ് നിലനിൽക്കുന്നത്. ചലച്ചിത്ര താരം ശോഭനയുടെ പേര് വരെ പറഞ്ഞു കേട്ട ഒരു മണ്ഡലം. അവിടെ ബിജെപി ആരെയാണ് കരുതി വെച്ചിരിക്കുന്നത്? കഴിഞ്ഞ ദിവസത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ ഒരുപക്ഷെ ആ പ്രഖ്യാപനം ഉണ്ടായേക്കാമെന്ന തരത്തിലുള്ള സൂചനകളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷെ അതുണ്ടായില്ല. പക്ഷെ ഇന്ന് കഴിഞ്ഞ ദിവസത്തെ NDAയുടെ കൂടിയാലോചന യോഗങ്ങൾക്ക് കൂടി ശേഷമാണ് ഈ 4 മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥികൾ ആരാകണമെന്ന കാര്യത്തിൽ അന്തിമമായ ധാരണയിലേക്ക് ബിജെപി എത്തുന്നത്. അതുകൊണ്ട് പല പേരുകൾ ഇപ്പോഴും സജീവമായി തന്നെ നിലനിൽക്കുന്നു. അവിടെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ പേരിന് തന്നെയാണ് സംസ്ഥാന നേതൃത്വം കൂടുതൽ മുൻഗണന കൊടുക്കുകയും ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട് ആ പേര് തന്നെയാണ് കൂടുതൽ സജീവമായി ചർച്ച ചെയ്യുകയും ചെയ്യുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പക്ഷേ കൃത്യമായി കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി നിലപാടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുക. എന്തായാലും ഈ 4 മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ഔദ്യോഗികമായ പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലവിൽ രേണുക. തീർച്ചയായും ഡാൻ, മറ്റൊന്ന് കോൺഗ്രസിന്റെ ജനകീയ പ്രക്ഷോഭയാത്ര സമരാഗ്നി ഇന്ന് തലസ്ഥാനത്ത് സമാപിക്കുന്നു എന്നതാണ്. കാരിരുമ്പിന്റെ ശക്തിയിലേക്ക് കോൺഗ്രസിനെ തിരിച്ചുകൊണ്ടുവരുന്നു ഈ യാത്ര എന്നാണ് ഇന്നലെ KPCC അധ്യക്ഷൻ പറഞ്ഞത്. ഇന്ന് രേവന്ത് റെഡ്ഡി ഒപ്പം സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ വരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസ് അണികളെ, പ്രവർത്തകരെയൊക്കെ വലിയ രീതിയിൽ ആവേശത്തിലാക്കുന്ന ഒരു സമാപന സമ്മേളനമാണോ പ്രതീക്ഷിക്കുന്നത് തലസ്ഥാനത്ത്? തീർച്ചയായിട്ടും കഴിഞ്ഞ ഫെബ്രുവരി 9 മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങിയ യാത്രയാണ് ഇന്ന് പുത്തരിക്കണ്ടം മൈതാനത്ത് ഉമ്മൻചാണ്ടി നഗറിൽ വൈകുന്നേരം സമാപിക്കാൻ ഒരുങ്ങുന്നത്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം KPCC അധ്യക്ഷനും വ്യക്തമാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ CPMന്റെ അക്രമ രാഷ്ട്രീയം തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലും പ്രചാരണ വിഷയമാക്കുക എന്ന് തന്നെയാണ്. അത് ഉയർത്തിക്കാണിച്ചുകൊണ്ട് തന്നെയായിരിക്കും സമരാഗ്നിയുടെ പൊതുസമ്മേളനവും എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയായിരിക്കും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളുടെ സാന്നിധ്യവും ഉണ്ടാകും. എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി ഉണ്ടാകാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്നത്തെ പൊതുസമ്മേളനത്തിൽ ആരൊക്കെ പങ്കെടുക്കും, ഏതൊക്കെ നേതാക്കൾ വേദി പങ്കിടും എന്നതൊക്കെ വലിയ തരത്തിൽ ആകാംക്ഷ ഉണർത്തുന്ന കാര്യമാണ്. എന്തായാലും പ്രവർത്തകരുടെ വലിയൊരു ബാഹുല്യം വൈകുന്നേരം 4:30 ആരംഭിക്കുന്ന ഈ സമരാഗ്നിയുടെ സമാപന സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഉച്ചയോടെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ളവരും ഹൈദരാബാദിൽ നിന്നായി തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നാണ് വിവരം. രേണുക, കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി എത്തിയപ്പോൾ എന്തായാലും തലസ്ഥാനത്ത് BJPയുടെ ശക്തി പ്രകടനം എന്ന നിലയിലാണ് ആ പരിപാടി മാറിയത്. ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ സമരാഗ്നി തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ്. അത് ഒരു ശക്തി പ്രകടനമാക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.